സോ ആപ്പിളിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാക്ബുക്ക് നിയോ കഴിഞ്ഞ ദിവസം റിലീസായി. നമ്മളെല്ലാവരും അതിനെ പറ്റിയുള്ള വാർത്ത ചിലപ്പോൾ കണ്ടു കാണും. മാക്ബുക്ക് നിയോന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആപ്പിൾ ബഡ്ജറ്റ് സെഗ്മെന്റിനെ ടാർഗറ്റ് ചെയ്ത് ഇറക്കിയ ഫസ്റ്റ് മാക്ബുക്ക് ആണ്. ആൻഡ് US മാർക്കറ്റിലാണ് അവർ ആക്ച്വലി അത് മോസ്റ്റ് കോമ്പറ്റേറ്റീവ് ആയിട്ട് പ്രൈസ് ചെയ്തത്. അതിന് അവിടെ വില ഇന്ത്യയിൽ ഏതാണ്ട് $50,000 ആണ്. ഐ മീൻ അവിടെ ഈക്വലന്റ് ആയിട്ട് $500-600 വരും. സ്റ്റുഡന്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ $500 വരും. സോ അവർ ഈ മാക്ബുക്ക് ഇത്രയും ചീപ്പായിട്ട് ഇറക്കാൻ പറ്റുന്ന കാരണം എന്ന് പറഞ്ഞാൽ അവർ അതിൽ ഉപയോഗിച്ചത് ഐഫോണിന്റെ ചിപ്പാണ്. ആൻഡ് ഇത് ഓൾസോ വാർത്തയിൽ ഫേമസ് ആയി. പക്ഷേ ഇപ്പോൾ അവർ ഫേസ് ചെയ്യുന്നതും ഇത് കാരണമുള്ള പ്രശ്നമാണ്. സോ ബേസിക്കലി എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്ബുക്ക് നിയോനെ അവർ പ്രതീക്ഷിച്ചക്കാട്ടും വളരെയധികം ഡിമാൻഡ്. ആൻഡ് അവർക്ക് ആ ഡിമാൻഡ് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അത് മാച്ച് ചെയ്യാൻ പറ്റാത്ത കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ഈ മാക്ബുക്ക് നിയോയിൽ ഉപയോഗിക്കുന്ന ഐഫോണിൽ ഉണ്ടാക്കുന്ന ചിപ്പിന്റെ ബിൽഡ് വേർഷനാണ്. ബേസിക്കലി ചിപ്സ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ 100% ആയിട്ട് അവർക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടില്ല. കുറച്ച് സാധനങ്ങൾ ഡിഫക്റ്റീവ് ആയി പോകും. ആൻഡ് ഈ ഡിഫക്റ്റീവ് ആയി പോകുന്ന ചിപ്പിനെ പല കേസുകളിലും ഡിസ്കാർഡ് ചെയ്യാൻ ഷെയർ. പക്ഷേ ആപ്പിൾ പല കേസിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇതിന്റെ ലോവർ വേർഷന്റെ ചിപ്സ് ആയിട്ട് വിൽക്കും. സോ ബേസിക്കലി ഡിഫക്റ്റീവ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു കോറൊക്കെ ഡാമേജ് ആവുകയും ചെയ്യും. അപ്പോൾ അവർ ആ കോറ് ഡിസേബിൾ ചെയ്യും. ഓക്കെ, സോ ബേസിക്കലി ഇപ്പോൾ ഐഫോൺ 16 പ്രോയിൽ വരുന്ന 18 പ്രോവിന് 6 കോർ GPU ആണ്. പക്ഷേ മാക്ബുക്ക് നിയോയിൽ വരുന്ന 5 കോർ GPU. കാരണം A18 പ്രോ ഐഫോണിന് വേണ്ടി വിൽക്കുമ്പോൾ അതിൽ കുറച്ച് സാധനങ്ങൾ ഡിഫക്റ്റീവ് ആയി പോയി. ആ ഡിഫക്റ്റീവ് ആവുന്ന സാധനം അവർക്ക് മാക്ബുക്ക് നിയോന് വേണ്ടി റീപർപ്പസ് ചെയ്യണം. സോ ബേസിക്കലി ഐഫോൺ 16 പ്രോ സെയിൽസ് ഉണ്ടാകുമ്പോൾ അതിനുണ്ടാക്കുന്ന ചിപ്പിന്റെ ഡിഫക്റ്റീവ് സാധനങ്ങളാണ് മാക്ബുക്ക് നിയോ ആയിട്ട് വിൽക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്ബുക്ക് നിയോ ഡിമാൻഡ് ഐഫോണിനെക്കാട്ടും കൂടിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത്ര ഡിഫക്റ്റ് ചിപ്പ് കിട്ടില്ല. ഇപ്പോൾ 1,00,000 ഐഫോൺ ഉണ്ടാക്കുകയാണെങ്കിലും അതിലൊരു 40,000 ചിപ്പ് ഡിഫക്റ്റീവ് ആയി പോയാലും അത്രയൊന്നും ഉണ്ടാവില്ല. പക്ഷെ 40,000 ചിപ്പ് ഡിഫക്റ്റീവ് ആയി പോകണമെങ്കിൽ അവർക്ക് 80,000 ഡിമാൻഡ് വന്നാൽ 2,00,000 രൂപയുടെ ഐഫോൺ ചിപ്പ് പ്രൊഡ്യൂസ് ചെയ്യണം. ആൻഡ് ഓൾസോ അവർ ഐഫോൺ 16 ഇപ്പോൾ ഐഫോൺ 17 എത്തി. സോ അതിൻ്റെ ഓൾറെഡി സപ്ലൈ ചെയിൻസ് ഒക്കെ അവർ നിർത്തി വെച്ചിരിക്കുകയാണ്. സോ മാക്ബുക്ക് നിയോന് വേണ്ടി പുതിയ ചിപ്പ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ സപ്ലൈ ചെയിൻ റീസ്റ്റാർട്ട് ചെയ്യണം. അതിന് കൂടുതൽ കാശ് ചിലവാകും. സോ ഇത് തന്നെയാണ് ഇപ്പോൾ ആപ്പിൾ ഫേസ് ചെയ്യുന്ന ഡിലമ. അവർ ഈ സാധനം വിചാരിച്ച പ്രൈസിൽ സെല് ചെയ്യണമെങ്കിൽ അവർക്ക് ചിപ്പ് മാനുഫാക്ചറിങ് റീസ്റ്റാർട്ട് ചെയ്യണം. അത് ഇന്നെവിറ്റബിളി പ്രൈസ് കൂട്ടുകയാണ് ചെയ്യുക. സോ ഇത് അവർ എങ്ങനെ ടാക്കിൾ ചെയ്ത് നോക്കണം. ഒരു വഴി എന്ന് പറഞ്ഞാൽ അത് ഈ 5 കോർ GPU 6 കോർ GPUയിലേക്ക് ആക്കി മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ ഐഫോൺ 16 സെയിം ചിപ്സ്, ഓർ ദേ കുഡ് ഡു സംതിങ് അവർക്ക് ഐഫോൺ 17 ചിപ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇതൊന്നും ഒരു പ്രൈസ് റേഞ്ചോ പുതിയ വേർഷനോ ഇല്ലാതെ അവർ കൊണ്ടുവരുമെന്ന് അറിയില്ല. എന്തായാലും ഇത് വളരെ രസകരമായിട്ടുള്ള ഇഷ്യൂ ആണ് എനിക്ക് കേട്ടിട്ട് തോന്നിയത്. സോ ഇതാണ് ആപ്പിൾ ഇപ്പോൾ കറന്റ് ഫേസ് ചെയ്യുന്ന പ്രശ്നം. സോ ഈ വീഡിയോന്റെ റിമൈനിങ് പാർട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീക്ക്ലി ടെക് റീക്യാപ്പ് കാണാം. ഇറ്റ് വിൽ ബി ഐദർ ലിങ്ക് ഡൗൺ ഹിയർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ ബയോയിൽ പോയി കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ ലിങ്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് അവിടെ നിന്നും ബാക്കിയുള്ള വീഡിയോ കാണാൻ പറ്റും. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് റെഗുലർ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ടേക്ക് കെയർ.